കാക്കനാട് ജയിലിലേക്ക് പോയ ബോച്ചെ പത്രം താഴെ വിരിച്ചാണ് കിടന്നുറങ്ങിയത്. ഫാൻസ് അസ്വസ്ഥരായി. പ്രളയത്തിന്റെ സമയത്ത് കാലിൽ വിറകടി കൊള്ളാതെ രക്ഷിച്ച ദൈവമാണ് സാറേ ആ കിടക്കുന്നതെന്നൊക്കെ പറഞ്ഞ് PR കിടന്ന് കറങ്ങുന്നുണ്ട്. ഇപ്പോ കിടക്കണ വലിയത് സ്ഥലത്താ എന്നൊക്കെ പറഞ്ഞിട്ട് പോലും ഫാൻസിന് സ്വസ്ഥതയില്ല. എത്ര മനുഷ്യരുടെ അത്താണിയാണ് ആ കൊതുകടി കൊണ്ട് കിടക്കുന്നത്. അതെ, ചാരിറ്റി എന്ന് പറഞ്ഞാൽ തന്നെ പലതിനുള്ള ലൈസൻസ് ആണല്ലോ. ഹണി റോസിനെ ഒരു ദേവിയുമായി ഉപമിച്ചതോ? ഹെയർ സ്റ്റൈൽ കണ്ടിട്ട് ആ ദേവിയായിട്ട് തോന്നിപ്പോയത് തുറന്നു പറഞ്ഞതാണോ അദ്ദേഹം ചെയ്ത തെറ്റ്? നടിയെ കയറി പിടിച്ചിട്ടില്ലെന്നും കൈ കാണിച്ചപ്പോൾ പിടിച്ചു പോയതാണെന്നും ഒക്കെ ഇന്നലെ ബോച്ചയുടെ അഡ്വക്കേറ്റ് കോടതിയിൽ വാദങ്ങൾ നിരത്തി വാദിച്ചിട്ടും രക്ഷയുണ്ടായില്ല. അല്ല, ആര് കൈപൊക്കി കാണിച്ചാലും ഇയാൾ കയറി അങ്ങ് പിടിക്കുവോ? ഈ അവസരത്തിൽ പറയാൻ പറ്റുമോന്നറിയില്ല. വർഷങ്ങൾക്ക് മുൻപ് ജയിലിലെ ജീവിതം എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി തെലങ്കാനയിലെ ഏതോ ഒരു ജയിലിൽ ഒരു ദിവസം കാശ് കൊടുത്ത് പോയി കിടന്നിരുന്നു. 500 രൂപയ്ക്ക് 24 മണിക്കൂർ ജയിലിൽ കഴിഞ്ഞത് ഓർക്കുന്നില്ലേ? അങ്ങനെ നോക്കുമ്പോൾ ഇതൊരു വൻ ഓഫർ അല്ലേ? 10 കാശ് ചെലവില്ലാതെ 14 ദിവസം. അത് കഴിഞ്ഞിട്ടും ഓഫർ നീട്ടാൻ പ്രാർത്ഥിക്കാം. അല്ല, മറ്റേതൊന്നോ എന്ത്? അല്ല, ഹണിയുടെ തുണി അത് പണം ഇല്ല. ഇപ്പൊ പറയാൻ കഴിയില്ല. ഹണി റോസിന്റെ കമന്റ് ബോക്സ് ഒക്കെ ശുദ്ധീകരിച്ചു. പണ്ട് ഭാവനകളൊക്കെ ഉണർത്തി വാരി എഴുതിയിരുന്ന കമന്റ് തൊഴിലാളികളൊക്കെ ഇപ്പോൾ ഉറക്കത്തിലാണ്. പ്രതികരിച്ചതിന് അഭിനന്ദനങ്ങൾ മോളെ.